السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. സുന്നത്ത് നമസ്കാരങ്ങൾ വിശദീകരിക്കുന്നതിനിടയിൽ ഇന്നലെ നമ്മൾ വിശദീകരിച്ചിരുന്നത് ഗ്രഹണ നമസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇമാം മുസ്ലിം ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം എന്ന കുട്ടി മരണപ്പെട്ട ദിവസം യാദൃശികമായി ഗ്രഹണമുണ്ടായി. ഉടനെ ജനങ്ങൾ അവിടുന്ന് പലരും പറഞ്ഞു, ഇബ്രാഹിം എന്ന കുട്ടിയുടെ മരണത്തിൽ സൂര്യന് പോലും ദുഃഖത്തിലാണ് എന്നുള്ള അർത്ഥത്തിൽ, അതുകൊണ്ടാണ് ഗ്രഹണം ബാധിച്ചിരിക്കുന്നത് എന്ന്. അവരിലുണ്ടായിരുന്ന ആ അന്ധവിശ്വാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്തുകയും ചെയ്തു. അവിടുന്ന് ഉടനെ പള്ളിയിൽ പോയി ആളുകൾ ഒരുമിച്ച് കൂട്ടി 2 റക്അത്ത് നിസ്കരിച്ചു, ഗ്രഹണ നിസ്കാരം നിർവഹിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്നമ ഇൻകസഫത്ത് ലിമൗതി ഇബ്രാഹിം എന്ന് പറഞ്ഞതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്തുകൊണ്ട് പറഞ്ഞു, ഇന്ന ശംസ വൽ ഖമറ ആയത്താനി മിൻ ആയാത്തില്ലാ, സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾപ്പെട്ടതാണ്. ലാ ഇൻകസിഫാനി ലിമൗതി അഹദിൻ വലാ ഹയാത്തിൻ, ഒരാളുടെ ജീവിതവും മരണവുമായി അതിന് ബന്ധമില്ല എന്നുള്ള ഹദീസാണ് ഇന്നലെ നമ്മൾ അവസാനമായിട്ട് വിശദീകരിച്ചത്. ആ ഗ്രഹണ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചുകൊണ്ടിരിക്കെ പുറകോട്ട് പോവുകയും പിന്നെ മുന്നോട്ട് വരികയും ചെയ്ത സംഭവമാണ് പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹു വിശദീകരിച്ച മറ്റൊരു വിഷയം. അതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞത്, മാമിൻ ഷൈഇൻ തുഅദൂനഹു ഇല്ലാ ഖദ് റഅയ്തുഹു ഫീ സലാത്തി ഹാദിഹി, നിങ്ങളോട് താക്കീത് നൽകപ്പെട്ടിട്ടുള്ള, അല്ലാതെ നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടുള്ള സ്വർഗനരക കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ കാണുകയില്ല. ഖദ് റഅയ്തുഹു ഫീ സലാത്തിഹ, ഈ നിസ്കാരത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു എന്നാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറകോട്ട് പോയതും അതുപോലെ മുന്നോട്ട് വന്നതൊക്കെ. അവിടുന്ന് പറഞ്ഞു, ലഖദ് ജീഅ ബിന്നാർ, നിസ്കരിച്ചുകൊണ്ടിരിക്കാൻ നരകത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ കൊണ്ടുവരപ്പെട്ടു. വദാലിക്കും ഹീന റഅയ്തുമുനി തഅഖറതു, അപ്പോഴാണ് നിങ്ങൾ എന്നെ ഞാൻ പുറകോട്ട് നീങ്ങിയതായിട്ട് കണ്ടത്. മഖാഫത അൻ യുസീബനി മിൻ ലഫ്ഹിഹ, ആ നരകത്തിന്റെ തീനാളങ്ങളിൽ നിന്ന് എന്തെങ്കിലും എന്നെ അനുഭവിക്കുമോ, എന്റെ മേലെ തട്ടുമോ എന്ന് ഭയന്ന്, അതിന്റെ ആ തീനാളം ഭയന്ന് ഞാൻ പുറകോട്ട് പോയതാണ് എന്ന്. വഹത്ത റഅയ്തു ഫീഹാ സാഹിബൽ മെഹ്ജൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നരകത്തിലെ ഭയാനകത ചിലത് കണ്ടു. എന്നിട്ട് അതിൽ പറഞ്ഞു, എത്രത്തോളം എന്നാൽ അവിടെ സാഹിബുൽ മെഹ്ജനെ ഞാൻ കണ്ടു. മെഹ്ജൻ എന്ന് പറഞ്ഞാല് ഒരു വലിയ വടി, ആ വടിയുടെ തലപ്പിൽ എന്തുണ്ടാവും, ഒരു വളഞ്ഞ ഒരു കുളത്തുണ്ടാവും. സാധാരണ നമ്മളൊക്കെ കുത്തി നടക്കാനൊക്കെ ഉപയോഗിക്കുന്നതിൽ ഒരു വളവിലുള്ള പോലെ ഇയാളുടെ വടിയില് ഒരു കുളത്ത് പോലെ ഉണ്ടായിരുന്നു. അയാളെ ഞാൻ നരകത്തിൽ കണ്ടു. യജുറു ഖുസ്ബഹു ഫിന്നാർ, അയാളുടെ കുടൽമാലയൊക്കെ പുറത്തേക്കിട്ട് അയാൾ നരകത്തിൽ അത് വലിച്ചഴച്ചങ്ങനെ നടക്കുന്നുണ്ട്. അത് ഞാൻ കാണുകയുണ്ടായി. എന്താണ് അയാൾ ചെയ്ത തെറ്റ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. കാന യസ്റുഖു ബിമഹ്ജനിഹി, അയാളുടെ ഈ വടി കൊണ്ട് കൊളത്തി അയാൾ എന്ത് ചെയ്യും, പിന്നെ മോഷ്ടിക്കുമായിരുന്നു. പറഞ്ഞാൽ ഹാജിമാര് വരുമ്പോ ഹാജിമാരുടെ ചരക്കുകള്, ഹാജിമാര് കൂട്ടായിട്ടിരിക്കുന്ന സമയത്ത് ഇയാൾ വടി ഇങ്ങനെ കൊളത്തി വെക്കും. എന്നിട്ട് ആരും ശ്രദ്ധിക്കുന്നില്ല, ആരും കാണുന്നില്ല എന്ന് കണ്ട ഈ വടി മെല്ലെ ഇങ്ങനെ വലിച്ച് അവരുടെ ചരക്കുകൾ, വസ്തുക്കൾ എന്ത് ചെയ്യും, ഇയാൾ മോഷ്ടിച്ച് അത് കൈക്കലാക്കും. ഇനി ആരെങ്കിലും കണ്ടു, അങ്ങനെ എന്ത് ചെയ്യാണ്, അത് പിടിക്കപ്പെടുകയാണെങ്കിൽ അയാൾ പറയും, ഇന്നമാ തഅല്ലഖ ബിമഹ്ജനി, അതിന്റെ വടിമ കൊളത്തിപ്പോയതാണ്, സാരല്ല, ഞാൻ അറിയാതെ കൊളത്തിയതാണ് എന്ന് പറഞ്ഞത് രക്ഷപ്പെടുകയും ചെയ്യും. ഇങ്ങനെയാണ് അയാൾ ചെയ്തിരുന്നത്. പറഞ്ഞാല് ആളുകളെ വഞ്ചിച്ച് അല്ലെങ്കിൽ ആളുകളെ സ്വത്തുകൾ അപഹരിച്ചെടുക്കുകയാണ് അവരറിയാതെ. നമ്മൾ ഇന്നത്തെ വ്യാപാരത്തിലൊക്കെ എത്രയോ ആളുകളെ ചതിക്കലും വഞ്ചനയൊക്കെ ഉണ്ടല്ലോ, അവർക്കുള്ളൊരു പാഠം കൂടിയാണത്. വ്യാപാരത്തിൽ അത് മോഷണമായിരുന്നു, ഇതെന്ത് ചെയ്യാണ്, ആളുകളെ അറിയാതെ തന്നെ മോഷണം ചെയ്യാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലൂടെ നടന്നു പോകുമ്പോ പട്ടണത്തില് കുറെ ധാന്യങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈ ആ ധാന്യത്തിൽ ഒന്ന് ഇട്ടു നോക്കി. അപ്പൊ അതിന്റെ അടിയിൽ നനവുണ്ടായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തിനാ അതിങ്ങനെ വെച്ചിട്ടുള്ളത്? ആ നനവുള്ളത് മേലെ വെക്കണ്ടേ, ആളുകൾ അറിയണ്ടേ? ന്യൂനതകൾ മറച്ചു വെച്ച് കച്ചവടം ചെയ്യണ എന്താണ്, ഹറാമാണ്. അപ്പൊ ആ ന്യൂനത ഉണ്ടെങ്കിൽ, നനഞ്ഞതാണെങ്കിൽ എന്ത് ചെയ്യും, അതിന് ഉണങ്ങിയതിന്റെ വില കിട്ടൂല. അതിനു വേണ്ടിയാണ് ഉണങ്ങിയത് മേലിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത്തരം
ആളുകളെ വഞ്ചിച്ചും അതുപോലത്തെ ആളുകളുടെ സ്വത്ത് അപകരിച്ചും അവരുടെ ഇത് മോഷ്ടിച്ചെടുത്തൊക്കെ ജീവിക്കുന്നവര് അവർക്ക് ഭയാനകമായ ശിക്ഷ ഉണ്ടാകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വഹത്ത റഅയ്തു ഫീഹാ സാഹിബൽ ഹിറ, സാഹിബത്തൽ ഹിറ എന്ന് പറഞ്ഞാൽ എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവിടെ പൂച്ചയെ കെട്ടിയിട്ട സ്ത്രീയെ ഞാൻ കണ്ടു. അവളെന്താ ഇത് റബത്തത്ഹ ഫലം തുതഇമുഹ, പൂച്ചയെ കെട്ടിയിട്ടു അതിന് തിന്നാനും കൊടുത്തില്ല. വലം തദഹ തഅകുലു മിൻ ഹശാശിൽ അർദ്, ഭൂമിയിൽ പോയിട്ട് എന്തെങ്കിലും വല്ല പ്രാണികളൊക്കെ പിടിച്ച് തിന്നുന്നതിനെ സമ്മതിച്ചതുമില്ല. അങ്ങനെ കെട്ടിയിട്ട് ഒരു ജീവിയെ ഉപദ്രവിച്ചു. അവളെ ഞാൻ നരകത്തിൽ കണ്ടു. ആ പൂച്ച ഹത്ത മാത്തത് ജുവാൻ, വിശന്ന പൂച്ച ചത്തുപോയി. അതിന് തിന്നാൻ കൊടുക്കാതെ കെട്ടിയിട്ട ആ പൂച്ചയെ കെട്ടിയിട്ട സ്ത്രീയെ ഞാൻ നരകത്തിൽ കണ്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയേണ്ടത്. ചെറിയ ചെറിയ വിഷയങ്ങളാണെങ്കിലും അത് വലിയ ഗൗരവമുള്ളതാണ് എന്നാണ് നമ്മൾ ഇതിൽ അറിയിക്കുന്നത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സുമ്മ ജിയ ബിൽ ജന്ന, പിന്നെ സ്വർഗത്ത് കാണിക്കപ്പെട്ടു എനിക്ക്. വദാരിക്കും ഹീന റഅയ്തുമുനി തഖദ്ദംതു, അതാണ് ഞാൻ മുന്തിപ്പോയല്ലോ, ഞാൻ മുന്നോട്ട് പോയത് ആ സ്വർഗത്തെ കണ്ടപ്പോഴാണ്. ഹത്താ ഖുംതു ഫീ മഖാമി, അങ്ങനെ ഞാൻ നിന്നിരുന്ന സ്ഥലത്ത് തന്നെ എത്തുന്നത് വരെ. വലഖദ് മദത്തു യദീ വഅന ഉരീദു അൻ അതനാവല മിൻ സമരിഹ എന്ന് പറഞ്ഞാൽ ഞാൻ കൈ നീട്ടിയത് എന്തിനാണെന്ന് പറഞ്ഞാൽ പിന്നെ അതിലെ ഒരു മുന്തിരിക്കൊല, ചില ഹദീസിൽ ഉൻഖൂദൻ മിൻ അനബ് എന്ന് വരുന്നുണ്ട്, ഒരു മുന്തിരിക്കൊല കണ്ടപ്പോൾ ഞാനത് പിടിക്കാൻ പോയതാണ് എന്ന് അവിടുന്ന് പറയണ്ടായി. സുമ്മ ബദാലി അൻ ലാ അഫ്അൽ, പിന്നെ ഞാനത് ചെയ്യണില്ല എന്ന് തീരുമാനിച്ചു. കാരണം സ്വർഗത്തിലുള്ളത് തിന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യൂല, അത് നശിക്കൂല, അത് എന്നുണ്ടാവും അവിടെ, അത് ദാറുൽ ബഖാ ആണ്, എന്നും അവശേഷിക്കുന്നതാണ്. ദുനിയാവില് സ്വർഗത്ത് തിന്നാൻ കഴിയില്ല, കാരണം ദുനിയാവ് പറഞ്ഞെന്താ ദാറുൽ ഫന ആണ്, നശിക്കുന്നതാണ്, ഒന്നും ബാക്കിയാകാല്ല. അപ്പൊ അതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു. എന്നിട്ട് പറഞ്ഞു ഫമാമിൻ ഷൈഇൻ തുഅദൂന ഇല്ലാ ഖദ് റഅയ്തു ഫീ സലാത്തി ആദി. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾക്ക് എന്തൊക്കെ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ടോ, എന്തൊക്കെ നിങ്ങളോട് താക്കീത് നൽകപ്പെട്ടിട്ടുണ്ടോ, അതൊക്കെ ഞാൻ എന്റെ ഈ സ്ഥലത്ത് ഇവിടുന്ന് കാണുകയുണ്ടായി എന്ന്. അപ്പൊ ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് എന്ത് ചെയ്യാണ്, വളരെ സംഭവങ്ങൾ കാണുകയുണ്ടായി. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഉരീത്തുന്നാർ, നരകത്തെ എനിക്ക് കാണിക്കപ്പെട്ടു. ഫലം അറ മൻദറൻ കൽ യൗമി ഖത്തു അഫ്ള, ഇത്രത്തോളം ഭയാനകമായ ഭീകരമായ ഒരു കാഴ്ച ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. അന്ന് സംസ്കാരത്തില് നരകം കണ്ടു, അത്ര ഭീകരമായ ഒരു കാഴ്ച ഇന്നുവരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. വറഅയ്തു അക്സറ അഹ്ലിഹൻ നിസാ, ആ നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു ബിമ യാ റസൂലല്ലാഹ്, എന്താണ് അതിന് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യക്ഫുർന, അവര് നന്ദി കെട്ടവരാണ്, അവർ നന്ദിയില്ലാത്തവരാണ്, അവര് നിഷേധികളാണ്. അപ്പൊ അവര് ചോദിച്ചു ബികുഫ്രിഹിന്ന എന്ന് പറഞ്ഞപ്പോ അവര് ചോദിച്ചു യക്ഫുർന ബില്ല, അവർ അള്ളാഹുവിനെയാണോ നിഷേധിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ല, യക്ഫുർനൽ അഷീർ, കുടുംബത്തോടുള്ള നന്ദികേടാണ്. ഭർത്താവിനെ നിഷേധിക്കുന്നു, കുടുംബത്തെ നിഷേധിക്കുന്നു, സ്ത്രീ സമൂഹം പൊതുവെ അങ്ങനെയാണെന്നുള്ളത്. വയക്ഫുർനൽ ഇഹ്സാൻ, നന്മയെ നിഷേധിക്കുന്നു അവര്. എന്നിട്ട് പറഞ്ഞു ലൗ അഹ്സൻത ഇലാ ഇഹ്ദാകുന്ന അദ്ദഹ്റ കുല്ല, അവരിൽ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് നീ കാലം മുഴുവനും അവർക്ക് നന്മ ചെയ്തു, ഒരുപാട് നന്മ നീ ചെയ്തു. എന്നിട്ട് സുമ്മ റഅതു മിൻക ശൈഅ, നിന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു അരുതാത്തത് കണ്ടാൽ, എന്തെങ്കിലും വല്ലതും കാണുകയാണെന്നുണ്ടെങ്കിൽ ഖാലത് മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു, നിങ്ങളിൽ നിന്ന് ഒരു നന്മയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞവർ ചെയ്ത മുഴുവൻ നന്മയും നിഷേധിക്കുന്നവരാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണത്. അപ്പൊ ഇങ്ങനെ ധാരാളം ഹദീസ്, അതുപോലെ മറ്റൊരു ഇമാം മുസ്ലിമിന്റെ മറ്റൊരു ഹദീസിലുണ്ട്, പിന്നെ യാ ഉമ്മത്ത മുഹമ്മദ്, ഓ മുഹമ്മദിന്റെ സമൂഹമേ, ഇം മിൻ അഹദിൻ അഗ്യറ മിനല്ലാഹി അൻ യസ്നി അബ്ദഹു വ തസ്നിയ അമതഹു, ഒരു മനുഷ്യൻ, അയാൾ ആണാകട്ടെ പെണ്ണാകട്ടെ, അയാൾ വ്യഭിചരിക്കുന്നതിൽ അള്ളാഹുവിനേക്കാൾ കോപമുള്ള മറ്റാരുമില്ല. ഒരാൾ വ്യഭിചരിക്കുന്ന അള്ളാഹ്ക്ക് അത്രയും കോപമാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. പറഞ്ഞു അതേപോലെ യാ ഉമ്മത്ത മുഹമ്മദ് വല്ലാഹി ലൗ തഅലമുന മാ അലം, മുഹമ്മദിന്റെ സമൂഹമേ, അള്ളാഹുവാണ് സത്യം, ഞാൻ അറിയുന്നത് നിങ്ങൾ അറിയാണെന്നുണ്ടെങ്കിൽ ലളഹ്ബകൈതും കസീറ, നിങ്ങൾ ധാരാളം കരയുമായിരുന്നു. വലളഹിഖ്തും ഖലീല, കുറച്ചു മാത്രമേ നിങ്ങൾ ചിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അലാ ഹൽ ബല്ലഗ്തു, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ ഹദീസുകളുണ്ട്. അതേപോലെ അബൂദർ റളിയല്ലാഹുവിന്റെ ഹദീസിൽ, ഇതൊക്കെ ഗ്രഹണവുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ
കർമ്മശാസ്ത്രം വിശദീകരിക്കുന്നതിന്റെ ഇടയിൽ ഇതൊന്ന് പറഞ്ഞതെന്ന് മാത്രം. അവിടുന്ന് പറഞ്ഞു, ഇന്നി അറ മാലാ തറൗൻ, നിങ്ങൾ കാണാത്ത ഞാൻ കാണുന്നുണ്ട്. വ അസ്മഉ മാലാ തസ്മഉൻ, നിങ്ങൾ കേൾക്കാത്ത ഞാൻ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അത്തത്തിസ്സമ, ആകാശം അത് പിന്നെ മുരണ്ട് ശബ്ദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, മൂളാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊരാൾ ഞെരുങ്ങി പ്രയാസപ്പെട്ടിട്ട് മൂളുന്നതിനാണ് എന്ത് പറയാ, ശബ്ദം ഉണ്ടാക്കുന്നതിനാണ് അത്തത്ത് എന്ന് പറയാം. നമ്മള് വാതിൽ ഇതൊക്കെ അടച്ചു വരുന്ന ഒരു ശബ്ദം ഉണ്ടാവൂലേ, നല്ല ടൈറ്റുള്ള വാതിലാണെങ്കിൽ അതുപോലുള്ള ശബ്ദത്തിനാണ് പറയുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആകാശത്തിന് അങ്ങനെ ശബ്ദം ഇടാൻ എന്താണ്, അത് അർഹതപ്പെട്ടതാണ്, അല്ലെങ്കിൽ ശബ്ദം ഇടേണ്ടതാണ്. കാരണം മാ ഫീഹ മൗദിഉ അർബഇ അസാബിഅ, ആകാശത്തിൽ 4 വിരൽ വെക്കാൻ സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഇല്ല വ മലക്കുൻ വാദിഉൻ ജബഹതുഹു സാജിദൻ ലില്ലാ, ആ സ്ഥലത്ത് ഒരു മലക്ക് അതിന്റെ നെറ്റിത്തടം നിലത്ത് വെച്ച് സുജൂദിൽ സാഷ്ടാംഗത്തിൽ വീണിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ ആകാശം എത്രയോ വിശാലമാണ്. അതില് ഒരു 4 വിരൽ വെക്കാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഒരു മലക്ക് സുജൂദ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മുഴുവൻ സ്ഥലങ്ങളിലും മലക്കുകൾ സാഷ്ടാംഗത്തിലാണ്. എന്നിട്ടാണ് നബി പറഞ്ഞത്, ഞാൻ അറിയുന്നത് നിങ്ങൾ അറിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധാരാളം കരയും, അല്പം മാത്രമേ നിങ്ങൾ ചിരിക്കുകയുള്ളൂ. വമാ തലദ്ദതും ബിന്നിസാഇ അലൽ ഫുറുഷ്, നിങ്ങളുടെ ഭാര്യമാരുമായിട്ട് നിങ്ങളുടെ വിരിപ്പിടങ്ങളിൽ നിങ്ങൾ സുഖം അനുഭവിക്കുകയില്ല. അതേപോലെ നിങ്ങൾ മരുഭൂമികളിൽ ചെന്ന് അള്ളാഹുവിലേക്ക്, ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ചെന്ന് അള്ളാഹുവിലേക്ക് നിങ്ങൾ വിനയപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് വിശദീകരിച്ചു. അപ്പൊ സഹോദരന്മാരെ, ഇതാണ് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗ്രഹണ നമസ്കാരത്തില് വളരെ വിശാലവും വളരെ ദീർഘനേരം നിസ്കരിച്ചു എന്നുള്ളതാണ്. ഗ്രഹണം തുടങ്ങിയത് മുതൽ അവസാനിക്കുന്ന വരെ നീണ്ടു നിൽക്കുന്ന നിസ്കാരമാണ് ഗ്രഹണ നിസ്കാരം. അതുകൊണ്ട് തന്നെ ഗ്രഹണത്തിന്റെ ദൈർഘ്യം അനുസരിച്ചാണ് നിസ്കാരം ഉണ്ടാകേണ്ടത്. അപ്പൊ നമുക്കിന്ന് കൃത്യമായിട്ട് അറിയാം എത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഇത്ര മിനിറ്റ് ആണ് ഗ്രഹണം ഉണ്ടാകുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിസ്കാരം അതിനനുസരിച്ചാണ് ക്രമീകരിക്കേണ്ടത്. ദീർഘനേരമുള്ളതാണെങ്കിൽ ഖിറാഅത്ത്, റുക്കൂ, സുജൂദ് ഇതൊക്കെ കൂടുതൽ നീട്ടിക്കൊണ്ട് എന്ത് ചെയ്യണം, ഓതണം. കുറഞ്ഞ സമയമുള്ളൂ എന്നുണ്ടെങ്കിൽ നിസ്കാരം ചുരുക്കിയിട്ടും നിസ്കരിക്കാവുന്നതാണ്. ഇത് ഞാൻ പറഞ്ഞ പോലെ പള്ളിയിൽ ജമാഅത്തായിട്ട് നിർവഹിക്കല് സുന്നത്താണ്. പള്ളിയിൽ നമുക്ക് ജമാഅത്തില്ല, അതിന് കഴിയില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ നിസ്കരിക്കാം, അതിനും കുഴപ്പമില്ല എന്നുള്ളത് ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇമാം ഷാഫി റഹ്മഹുല്ലാ ഒക്കെ പറയുന്നുണ്ട്, ഇൻ സല്ല സലാത്തുൽ കുസൂഫി ഫഅക്മലഹ സുമ്മൻ സറഫ വശംസു കാസിഫ യസീദു കുസൂഫുഹാ ലാ യസീദ് ലം യുഇദിസ് സലാ. ഗ്രഹണ നിസ്കാരം കഴിഞ്ഞു, നിസ്കാരം കഴിഞ്ഞിട്ട് ഗ്രഹണം എന്തിയിട്ടില്ല, അവസാനിച്ചിട്ടില്ല. അയാൾ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ടാമതും വീണ്ടും മടക്കി നിസ്കരിക്കേണ്ട ആവശ്യമല്ല. നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു. പിന്നെ വേണ്ട പ്രാർത്ഥനയും ദിക്റുകളും അതുപോലെ തന്നെ അള്ളാഹുവിനെ സ്മരിക്കാണ് വേണ്ടത് എന്നുള്ളതാണ്. അതുപോലെ അല്ലാമ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, അന്ന സലാത്തുൽ കുസൂഫി ലാ തുകറർ, ഗ്രഹണ നിസ്കാരം പിന്നീട് ആവർത്തിച്ച് നിസ്കരിക്കേണ്ടതില്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇതാണ് ഗ്രഹണവുമായി ബന്ധപ്പെട്ട് നമുക്ക് വിശദീകരിക്കാനുള്ളത്. അല്ലാഹു അഅലം. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.